പാലക്കാട് വല്ലപ്പുഴയിൽ തണ്ണിമത്തൻ കൃഷിക്ക് തുടക്കമായി. കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിലാണ് തണ്ണിമത്തൻ കൃഷി ആരംഭിച്ചത്. വേനൽക്കാലത്ത് ആശ്വാസമേകാനും റംസാൻ വിപണിയും ലക്ഷ്യമിട്ടാണ് കൃഷി ആരംഭിച്ചിരിക്കുന്നത്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 20 ഏക്കറോളം സ്ഥലത്താണ് തണ്ണിമത്തൻ കൃഷി ഇറക്കിയത്. മുൻകാലങ്ങളിൽ നടത്തിയ കൃഷിയിൽ വിജയം നേടിയതോടെയാണ് തണ്ണിമത്തൻ കൃഷി തുടരുന്നത്. പ്രദേശത്തെ കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിലാണ് കൃഷി. വേനൽക്കാല തണ്ണിമത്തൻ വിപണിയും റംസാൻ വിപണിയും ലക്ഷ്യമിട്ടാണ് കൃഷി ഇറക്കിയിട്ടുള്ളത്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിനകത്ത് നൂതനമായ കൃഷി രീതിയെ അവലംബിക്കുന്ന കാര്യത്തിൽ ഒട്ടും പിറകോട്ടല്ലാത്ത രീതിയിൽ ഒരുപക്ഷെ ഈ ജില്ലയിലെ തന്നെ ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികവുറ്റ കൃഷി രീതിയായി മാറ്റുന്ന തരത്തിലേക്ക് കർഷകരും അതുപോലെ തന്നെ അതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗം കൂടിയാണ് കാർഷിക കർമ്മസേന. കാർഷിക കർമ്മസേന എന്ന പേരിൽ ഒരു കൂട്ടമായി നല്ല രീതിയിലുള്ള കൃഷികളും പുതിയ തരത്തിലുള്ള കൃഷി രീതികളും നമ്മുടെ നാടിനകത്തേക്ക് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് എന്ന് മാത്രമല്ല ഈ ഷൊർണൂർ ബ്ലോക്കിനകത്തെ പരമാവധി പഞ്ചായത്തുകളിലേക്കടക്കം വിപുലീകരിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന കാര്യത്തിൽ വളരെ വിജയം കൈവരിച്ച ഒരു വിഭാഗം കൂടിയാണ് വല്ലപ്പുഴയിലെ കാർഷിക കർമ്മസേന. അപ്പോൾ ഈ പ്രാവശ്യം നെല്ലായ പോലുള്ള അതുപോലെ തന്നെ തൊട്ടടുത്ത മറ്റു പഞ്ചായത്തുകളടക്കം കൃഷി ഏറ്റെടുത്ത് ഇത്തരത്തിൽ തണ്ണിമത്തൻ്റെ പുതിയ ഒരു കൃഷി രീതി എന്നുള്ള നിലക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, കൂടുതൽ ഏരിയകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ഇത്തവണയും ഇറങ്ങിയിരിക്കുകയാണ്. വല്ലപ്പുഴയിൽ തന്നെയാണ് ആദ്യമായി നമ്മൾ വിത്തിടൽ കർമ്മം നിർവഹിക്കുന്നത്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് തണ്ണിമത്തൻ വിത്തിട്ട് ഉദ്ഘാടനം ചെയ്തു. രണ്ടാം വിള കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളിലാണ് തണ്ണിമത്തൻ കൃഷി നടത്തിവരുന്നത്. കടുത്ത വേനലും ജലക്ഷാമവും രൂക്ഷമായതിനാൽ ട്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് ജലസേചനം. വെള്ളത്തോടൊപ്പം വളവും നൽകുന്ന രീതിയിൽ ഉത്തമ കൃഷി പരിപാലന മുറ അവലംബിച്ച് നടത്തിയ തണ്ണിമത്തൻ കൃഷി കൂടുതൽ സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയും പുതിയ തരത്തിലുള്ള വെറൈറ്റികൾ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാനുമാണ് ലക്ഷ്യമിടുന്നത്. ഫെർടെക് ഇൻഡസ്ട്രിയൽ പാർക്ക്